Hello my dears, welcome to AECS online class. നമ്മൾ പ്രാക്ടീസ് ബുക്ക് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ബാക്കി പഠിക്കാം. പേജ് നമ്പർ 35. Change the time format. Time format ഒക്കെ മിസ് പഠിപ്പിച്ചതാണ് അല്ലേ? എല്ലാവർക്കും അറിയാം. 12-hour clock നമ്മൾ എന്താണ് 24-hour clockലോട്ട് കൺവേർട്ട് ചെയ്യണം. നേരെ തിരിച്ചും കൺവേർട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ടൈം നമുക്ക് 4:15 AM 12-hour clockൽ 4:15 AM 24-hour clockലാകുമ്പോൾ ആ സമയം എന്താവും? AM ആണ് അല്ലേ? വെളുപ്പാങ്കാലമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? 4:15 തന്നെയാണ് അല്ലേ? ഇനി 8:45 AM അവിടെയും AM ആണ്, രാവിലെ 8:45. അപ്പോൾ 24-hour clockലും അതേ സമയം തന്നെ 8:45 AM ഒന്ന് എഴുതണ്ട, 8:45 എന്ന് എഴുതിയാൽ മാത്രം മതി കേട്ടോ. 24-hour clock ഫോർമാറ്റിൽ നമുക്ക് AM-ന്റെയും PM-ന്റെയും ആവശ്യം വരുന്നില്ല. ഇനി 9:25 AM അവിടെയും AM ആണ്, രാവിലെ 9:25 9:25 അങ്ങനെയാണെങ്കിൽ 9:30 അടുക്കുന്ന സമയം. അപ്പൊ എന്തായിരിക്കും 24-hour clockല്? 9:25. ഇനിയോ 8:30 PM അവിടെ എന്താണ്? PM വന്നിരിക്കുക, രാത്രി 8:30. അപ്പൊ നമ്മൾ 24-hour clockലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 8:30 എന്ന് പറയുന്നത് ഹവേഴ്സിന് വ്യത്യാസം വരും അല്ലേ? 20 8 എന്ന് പറയുന്നത് 20 ആയി മാറും. മിനിറ്റ്സ് ആയ 30ക്ക് വല്ല വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും 24-hour clockൽ നമ്മുടെ 8:30 PM എന്ന് പറയുന്നത് 20:30 ആയിരിക്കും അല്ലെ? 20:30 പഠിപ്പിച്ചതാ. 20:30 AM-ന്റെയോ PM-ന്റെയോ ആവശ്യമുണ്ടോ? എഴുതണോ? വേണ്ട അല്ലെ? ഇനി 6:10 PM സന്ധ്യക്ക് 6:10 അല്ലെ? അപ്പൊ എന്തായിരിക്കും? 18:10 അല്ലെ? 18:10 AM-ന്റെയും PM-ന്റെയും ആവശ്യം ഇല്ല. ഇനി 24-hour clockൽ കിടക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച് 12-hour clockലോട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ. തിരിച്ച് കൺവേർട്ട് ചെയ്യണം. 4:35 4:35 എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും? രാവിലെ ആയിരിക്കും അല്ലെ? വെളുപ്പാങ്കാലമായിരിക്കും. 4:35 AM തന്നെയാണ്. 16:20 എന്തായിരിക്കും? ഉച്ച കഴിഞ്ഞുള്ള സമയം. 16 എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. 4:20 PM അല്ലെ? ഇനി 18:30 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്താണ്? 6:30 PM. 20:25 എന്തായിരിക്കും? 8:25 PM. അവിടെ AM-ന്റെയും PM-ന്റെയും ആവശ്യമുണ്ട് അല്ലെ? 12-hour clockൽ നമുക്ക് എപ്പോഴും AM-ന്റെയും PM-ന്റെയും ആവശ്യമുണ്ട്. കാരണം എന്താ? ഓരോ മണിക്കൂറും 2 തവണ ഒരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് AM-ന്റെയും PM-ന്റെയും ആവശ്യം വരും. പക്ഷെ നേരെ മറിച്ച് 24-hour clockൽ AM-ന്റെയും PM-ന്റെയും ആവശ്യം വരുന്നില്ല. അപ്പൊ എന്താണ് 20:25 എന്ന് പറയുന്നത്? എന്തായിരിക്കും? 8:25 PM. 9:10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 9:10 AM. ഇനി 17:25 എന്ന് പറയുമ്പോഴോ 5:25 PM. ഓക്കെ. ഇനി താഴത്തെ change the railway timetable into the ordinary time format. എന്താണ് railway timetable? 24-hour clock ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിനെ തിരിച്ച് എന്താക്കണം? 12-hour clockലോട്ട് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് നീലാംബരി എക്സ്പ്രസ്. എന്താണ് നീലാംബരി എക്സ്പ്രസ് വരുന്ന സമയം? അറൈവൽ ടൈം എത്രയാണ്? 00:10. ഇതിന്റെ അർത്ഥം എന്താ? രാത്രി അല്ലേ? രാത്രി 12 മണിക്ക് അല്ലേ? 00 എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണ്? പഠിപ്പിച്ചതാണല്ലേ? രാത്രി 12 അല്ലേ? അപ്പൊ അതിനെ നമുക്ക് അറൈവൽ ടൈം ഇപ്പോഴത്തെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്ത് ട്രെയിനെ നീലാംബരി എക്സ്പ്രസ് അറൈവൽ ടൈം എന്തായിരിക്കും? 00:10 എന്നുള്ളത് 12:10 AM എന്നാക്കാം അല്ലെ? 12:10 AM. ഇനി ഡിപ്പാർച്ചർ ടൈം നോക്കിയ ആ സെയിം എക്സ്പ്രസിന്റെ ആ സെയിം ട്രെയിനിന്റെ ഡിപ്പാർച്ചർ ടൈം എന്താണ്? 00:20. 00 എന്ന് പറയുന്നത് 12 ആണ് അല്ലെ? 12:20 AM. ഓക്കെ. അപ്പൊ ഡിപ്പാർച്ചർ ടൈമിൽ ആ കോളത്തിൽ എഴുതുക 12:20 AM. ഇനി അടുത്ത ട്രെയിൻ ടൈം നോക്കിയ ട്രെയിൻ നെയിം തൃശൂർ പാസഞ്ചർ. ഓക്കെ. തൃശൂർ പാസഞ്ചർ അറൈവൽ ടൈം 1:15, ഡിപ്പാർച്ചർ ടൈമോ 1:30. അപ്പോൾ ആ ട്രെയിനിന്റെ നേരെയുള്ള ആ അപ്പുറത്തെ ടേബിളിൽ എഴുതിക്ക് തൃശൂർ ട്രെയിൻ നെയിമിന്റെ അടിയിൽ തൃശൂർ പാസഞ്ചർ അറൈവൽ ടൈമിനെ കൺവേർട്ട് ചെയ്തേ 1:15 കൺവേർട്ട് ചെയ്യുമ്പോൾ 1:15 AM തന്നെയാണ്. ഈ ഡിപ്പാർച്ചർ ടൈം 1:30 എന്ന് പറയുമ്പോഴോ 1:30 AM തന്നെ അല്ലേ? ഇനി കേരള എക്സ്പ്രസ് അറൈവൽ ടൈം 8:40, ഡിപ്പാർച്ചർ ടൈം 8:50. അപ്പോൾ ട്രെയിൻ നെയിം എഴുതുക കേരള എക്സ്പ്രസ് അറൈവൽ ടൈം എന്താണ്? 8:40 AM, ഡിപ്പാർച്ചർ ടൈമോ 8:50 AM. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ട്രെയിനിന്റെയും അറൈവൽ ടൈമും ഡിപ്പാർച്ചർ ടൈമും 12-hour clockലോട്ട് കൺവേർട്ട് ചെയ്ത്
ഈ ടേബിൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. പേജ് നമ്പർ 35 ടേബിൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. A movie started at 11:30 AM ends at 1:50 PM. How long was the movie? ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യാണ്. എത്ര മണിക്കാണ്? രാവിലെ 11:30 അല്ലേ? 11:30 AM and ends at 1:50. ഉച്ചയ്ക്ക് 1:15 സിനിമയുടെ ടൈം തീർന്നല്ലേ? അപ്പോൾ എത്ര സമയം ഉണ്ടായിരുന്നു ആ മൂവി? നമുക്ക് നോക്കാം. 11:30 AM to 12 noon. രാവിലെ 11:30ക്കും 12നും ഇടയിലുള്ള സമയം എത്രയാണ്? അരമണിക്കൂർ അല്ലേ? അവിടെ എഴുതിക്കുക എല്ലാവരും 30 minutes. ഇനി 12 noon to 1:15 PM. ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 1:15 വരെയുള്ള ടൈം എത്രയായിരിക്കും? 1 hour 15 minutes. അവിടെ എഴുതിക്കുക എല്ലാവരും 1 hour 15 minutes. അങ്ങനെയെങ്കിൽ ടോട്ടൽ ടൈം എത്രയായിരിക്കും? ഡ്യൂറേഷൻ ഓഫ് ദ മൂവി, ആ സിനിമയുടെ ദൈർഘ്യം എത്രയായിരിക്കും? 30 minutes plus 1 hour 15 minutes അല്ലേ? 1 hour 15 minutes. 15 minutes plus 30 minutes അല്ലേ? ഒരേ യൂണിറ്റ് വരുന്നത് ഒരുമിച്ച് ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ എത്ര? 55. 5 plus 0 5. 1 plus 3 4. ഓക്കെ, അപ്പോൾ 45 minutes 1 hour അല്ലേ? 1 ഹവറിന്റെ കൂടെ ഹവർ ആയിട്ട് ഒന്നും ആഡ് ചെയ്യാനില്ല. 1 ഹവർ അപ്പോൾ താഴത്തോട്ട് എഴുതി 1 hour 45 minutes കൊണ്ട് ആ സിനിമയുടെ ദൈർഘ്യം അല്ലേ? അപ്പോൾ അവിടെ എല്ലാവരും എഴുതിക്കേ 1 hour 45 minutes. ഇനി the cricket match begin at 9:15 AM. ഒരു ക്രിക്കറ്റ് കളി രാവിലെ 9:15 സ്റ്റാർട്ട് ചെയ്തു. if it ended at 4:30 PM, how long was the match? അത് വൈകുന്നേരം 4:30ക്കാണ് ആ ക്രിക്കറ്റ് കളി കഴിഞ്ഞതെങ്കിൽ എത്ര സമയം ഉണ്ടായിരുന്നു? ക്രിക്കറ്റ് മാച്ച് എത്ര സമയം ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. താഴോട്ട് നോക്കിക്കേ, എന്താണ് കൊടുത്തിട്ടുണ്ട്? 9:15 AM to 10 AM. രാവിലെ 9:15 തൊട്ട് 10 മണി വരെ എത്ര മിനിറ്റ് ഉണ്ട്? 45 minutes. നമ്മൾ എഴുതിക്കുക എല്ലാവരും 45 minutes. ക്ലോക്ക് എടുക്കുക, ആലോചിച്ച് ചെയ്യുക. മിസ് പറയുന്നത് അതുപോലെ കോപ്പി അടിക്കാൻ നിൽക്കാതെ മിസ് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് ഒരു ക്ലോക്ക് കയ്യിൽ വെച്ചിട്ട് വേണം ഇതിന് ആൻസേഴ്സ് ചെയ്യാൻ. ഓക്കെ, ഇനി 10 AM to 12 noon അല്ലേ? രാവിലെ 10 മണി തൊട്ട് ഉച്ചക്ക് 12 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 2 hours. അവിടെ എഴുതിക്കുക എല്ലാവരും 2 hours. ഇനി 12 noon to 4:30 PM. ഉച്ചക്ക് 12 മണി തൊട്ട് വൈകിട്ട് 4:30 വരെ എത്ര സമയമുണ്ട്? 4 hour 30 minutes ഉണ്ട് അല്ലേ? 4 hour 30 minutes. അങ്ങനെയെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ദ മാച്ച് ടോട്ടൽ ആഡ് ചെയ്യാം. ഡ്യൂറേഷൻ ഓഫ് ദ മാച്ച് എന്തായിരിക്കും? ആദ്യത്തെ 45 minutes പ്ലസ് പിന്നെ 2 hours 00 minutes പ്ലസ് 4 hour 30 minutes. ആഡ് ചെയ്യാം. മിനിറ്റ്സുകൾ ഒരുമിച്ച് ആഡ് ചെയ്യാം, ഹവേഴ്സ് ഒരുമിച്ച് ആഡ് ചെയ്യാം. 5 plus 0 plus 0 5. 4 plus 0 plus 3 7. 4 plus 2 2 plus 4 no 6. 6 hours 75 minutes. ഈ 75 minutes നമുക്കറിയാം ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റേ ഉള്ളൂ അല്ലേ? ഈ 75 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 60 plus 15 minutes അല്ലേ? That is equal to 75 minutes അല്ലേ? 60 minutes plus 15 minutes ആണ് 75 അല്ലേ? ഈ 60 minutes എന്താണ്? 1 hour ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. 1 hour 50 minutes ആണ് നമ്മുടെ 75 minutes എന്ന് പറഞ്ഞാൽ എന്താണ്? 1 hour 50 minutes ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ 1 hour ഇങ്ങോട്ട് ആഡ് ചെയ്താലോ? എന്ത് കിട്ടും? 7 hour 50. ഈ 75നെ മാറ്റി ഞാൻ 1 hour 50 minutes എന്നാക്കി. എന്നിട്ട് ആഡ് ചെയ്യുവാണേ. എന്താണ്? 6 hour ആഡ് ചെയ്യാം. 6 hour പ്ലസ് എന്താണ്? 6 hour പ്ലസ് 75 minutes അല്ലേ? 6 hour 75 minutes. അപ്പോൾ ഈ 75 minutes ഞാൻ വേറെ രീതിയിലോട്ടാക്കി 1 hour 50 minutes എന്നാക്കി. ഓക്കെ, 6 hour പ്ലസ് 75 minutes 6 മണിക്കൂറും 75 മിനിറ്റും. അതിനെ സ്പ്ലിറ്റ് ചെയ്തല്ലേ? 6 മണിക്കൂർ പ്ലസ് 75 മിനിറ്റിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 1 hour 50 minutes എന്നാക്കി. അപ്പോൾ എന്ത് കിട്ടും? 7 hour 15 minutes എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ടോട്ടൽ കളിയുടെ സമയം എത്രയാണ്? 7 hour 15 minutes. ഓക്കെ, ഇവിടെ എഴുതിക്കുക എല്ലാവരും. ഇനി how long is the class hours if the school starts at 10 AM and ends at 4 PM? അങ്ങനെയെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ സ്കൂളിൽ
ക്ലാസ്സിൽ നമ്മൾ എത്ര നേരം സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ സ്കൂൾ ടൈം ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ അതിനുള്ള സമയം എത്രയായിരിക്കും? ആ ഡ്യൂറേഷൻ എന്തായിരിക്കും? ടോട്ടൽ ക്ലാസ് എത്ര ഹവേഴ്സ്, എത്ര മണിക്കൂറായിരിക്കും? രാവിലെ 10 to 12 വരെ എത്ര മണിക്കൂറുണ്ട്? 10 to 12 noon എത്രയാണ്? 2 hours അല്ലെ? ഇനി ഉച്ചയ്ക്ക് 12 to 4 PM വരെ എത്ര മണിക്കൂറുണ്ട്? 4 hours. അപ്പൊ ടോട്ടൽ ക്ലാസ് ഹവേഴ്സ് എന്തായിരിക്കും? 2 plus 4 that is equal to 6 hours. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the journey starts at 21:15 hours and ends at 1:45 hours the next day. How long was the journey? എന്താണ് ഒരു ദിവസം 21:15 hours അല്ലെ? ആ സമയത്ത് നമ്മൾ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആ യാത്ര അവസാനിക്കുന്നത് പിറ്റേ ദിവസം 1:45 1:45 AM ആയിരിക്കും അല്ലെ? 1:45 കാരണം നമുക്കറിയാൻ പറ്റും 24 hour ക്ലോക്കിൽ AM ആയിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ ആ ജേർണിയുടെ, ആ യാത്രയുടെ ദൈർഘ്യം എത്രയാണ്? 21:15 to 22 എന്താണ്? 21:15 to 22 എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ്സ് ഉണ്ടാവും? 45 minutes അല്ലെ? 45 minutes. ഇനി 22 to 24 എന്താണ്? 22 to 24 1 hour അല്ലെ? 1 hour. 22 to 24 എത്ര? സോറി 2 hours. അവിടെ എഴുതിയിട്ട് എല്ലാവരും 2 hours. 21:15 to 22 വരെ എത്ര മണിക്കൂർ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അതിനെ 24 ഹവറിനെ 12 hour ക്ലോക്കിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് മിനിറ്റുകളും ഹവേഴ്സും എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. മിസ് ഇവിടെ ഡയറക്റ്റായിട്ട് പറഞ്ഞു പോവാണ്. 21:15 to 22 എന്ന് പറയുമ്പോൾ 45 minutes ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 minutes ഉണ്ട് അതിനിടയിലുള്ള സമയം. ഇനി 22 to 24 എന്ന് പറയുമ്പോൾ അതിനിടയിലുള്ള സമയം 2 hours ആണ്. ഇനി 24 to 1:45 എന്ന് പറയുമ്പോൾ അതിനിടയിലുള്ള സമയം എത്രയായിരിക്കും? 1 hour 45 minutes ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ ജേർണി എന്ന് പറയുന്നത് 45 minutes പ്ലസ് 2 hours പ്ലസ് 1 hour 45 minutes. ഓക്കെ, ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 45 minutes plus 2 hours 00 minutes plus 1 hour 45 minutes. Add ചെയ്യാം. 5 plus 5 10 0 1 4 plus 4 8 8 plus 1 9 9 minutes എന്ന് കിട്ടി. 2 plus 1 3 hours എന്ന് കിട്ടി. അപ്പോൾ 3 hours plus 90 minutes ആണ് നമുക്ക് കിട്ടിയ ആൻസർ. ഈ 90 മിനിറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താലോ എന്ത് കിട്ടും? 60 minutes plus 30 minutes എന്ന് കിട്ടും അല്ലേ? ഈ 60 മിനിറ്റിനെ 1 hour ആക്കി എടുക്കാം. 1 hour plus 30 minutes എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 3 hour ആഡ് ചെയ്ത് കൊടുക്കാം. 3 hour plus 1 hour 30 minutes എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 hour 30 minutes ആയിരിക്കും അല്ലേ? ഇത്തരം ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 4 hour 30 minutes. ഇതെല്ലാം മിസ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് വേറെ എന്തുകൊണ്ടല്ല, എല്ലാം മിസ് പഠിപ്പിച്ചതാണ്. ജസ്റ്റ് ക്ലാസ് ഒക്കെ റിവൈസ് ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി a meeting started at 10:30 AM. If it expected to continue for 4 hours, when will it end? എന്താണ്? ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു രാവിലെ 10:30 അല്ലേ? ആ മീറ്റിംഗ് 4 മണിക്കൂറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അങ്ങനെയെങ്കിൽ എത്ര മണിക്ക് ആ മീറ്റിംഗ് അവസാനിക്കുമായിരിക്കും? കണ്ടുപിടിക്കുക. ഓക്കെ, സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. 10:30 രാവിലെ സ്റ്റാർട്ട് ചെയ്തു, 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മീറ്റിംഗ് ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ മീറ്റിംഗ് കഴിയുമ്പോഴുള്ള സമയം എത്രയാണെന്ന് എല്ലാവരും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ പെൻസിൽ വെച്ച് വേണം ഈ ആൻസേഴ്സ് എല്ലാം പ്രാക്ടീസ് ബുക്കിൽ എഴുതാൻ. ഇനി fill up the missing entry. Do as shown in the example. നമ്മൾ ഡേറ്റ് ഒക്കെ എഴുതാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 May 2009. നമ്മൾ ഡേറ്റ് ഫോർമാറ്റിൽ എങ്ങനെ എഴുതും? 4 അല്ലെ? 4 ഹൈഫൺ അല്ലെ? അല്ലെങ്കിൽ ഒരു ഡാഷ് 5. മെയ് എന്ന് സൂചിപ്പിക്കുന്നതിന് 5ാം മാസം അല്ലെ? ഡാഷ് 2009. ഇനി 25 June 2007 ആണെങ്കിൽ എങ്ങനെ എഴുതും? 25 dash 6 dash 2007. 6ാം മാസമാണ് ജൂൺ അല്ലെ? 16 April അത് എഴുതുക. 31 December എഴുതുക. ഇനി തിരിച്ച ഡേറ്റിനെ നമ്മൾ തിരിച്ച് എന്താണ് ഡേറ്റ് തന്നെങ്കിൽ നമ്മൾ തിരിച്ച് ഡേറ്റ് ഫോർമാറ്റോട്ട് എഴുതാൻ പോവാണേ. അല്ല, നമ്മൾ നമ്മുടെ മന്തിന്റെ ഫോർമാറ്റോട്ട് എഴുതാൻ പോവാണേ. 8/6/2009 8ാം തീയതി ജൂൺ മാസം 2009 അല്ലേ? അടുത്ത ദിവസം നോക്കിക്കേ 7/5/2007 എന്തായിരിക്കും? 7ാം ദിവസം 7 May 2007 അല്ലേ? 7 May 2007. 7/5 എന്ന് സൂചിപ്പിക്കുന്നത് മെയ് ആണ് അല്ലേ? 7 May 2007. ഇനി അടുത്ത ഡേറ്റ് 24/11/2008. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? 24
എന്തായിരിക്കും 11 എന്ന് പറയുമ്പോൾ എന്ത് വരും? നവംബർ 2008. താഴത്ത് 9/10/2008 എല്ലാവരും ആലോചിച്ചിട്ട് ഉത്തരം എഴുതുക. ഇനി find the numbers of days in between. ഇനി എത്ര ദിവസങ്ങളുണ്ട് ഈ രണ്ട് ഡേറ്റുകൾക്ക് ഇടയിൽ എത്ര ദിവസങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 8/4/2009 and 29/4/2009 അല്ലെ? ഏപ്രിൽ 8-ാം തീയതി മുതൽ എന്താണ് നമ്മുടെ 29-ാം തീയതി ഇടയിലുള്ള ദിവസം എന്താണ്? ഒന്ന് കാൽക്കുലേറ്റ്, കറന്റ് എടുത്ത് എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29 എന്ത് വരുന്നുണ്ട്? 21 ഡേയ്സ് വരുന്നുണ്ട്. 8-ാം തീയതി കഴിഞ്ഞ് 29-ാം തീയതി വരെ 21 ഡേയ്സ് വരുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ എന്നാണ് ചോദ്യം. അപ്പൊ 8-ാം തീയതി കഴിഞ്ഞ് കൗണ്ട് ചെയ്യുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ഇടയിലുള്ള ദിവസം കണ്ടുപിടിക്കാതെ നമ്മൾ ആ 8-ാം തീയതി തൊട്ട് കൂട്ടണ്ട. അതിനിടയിലുള്ള ദിവസം പിറ്റേ ദിവസം തൊട്ട് കൂട്ടി തുടങ്ങിയാൽ മതി. ഇനി 12/3/2008 11/4/2008 കാൽക്കുലേറ്റ് ചെയ്യൂല എല്ലാവരും. 12 കഴിഞ്ഞാൽ 13 തൊട്ട് 13 1 ആക്കി കൂട്ടുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് 11 വരെ ഉള്ളത് ഏത് ദിവസം എത്ര ദിവസം ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതുക. കലണ്ടർ എടുക്കുക, കൗണ്ട് ചെയ്ത് എഴുതുക. ഇനിയോ അടുത്ത ആ താഴത്തുള്ളതെല്ലാം അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനി പേജ് നമ്പർ 38. The fair was inaugurated on July 15. It will be 40 days long. When will it end? എന്താണ് ഒരു ആഘോഷം. അതിന്റെ ഉദ്ഘാടനം ജൂലൈ 15-നായിരുന്നു. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെയർ ആണ്, ഒരു ആഘോഷമാണ്. അങ്ങനെയെങ്കിൽ അത് എപ്പോഴായിരിക്കും അവസാനിക്കുന്നത്? ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ജൂലൈ 15 to July 31. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ജൂലൈ 15-ന് നമ്മുടെ ഈ ആഘോഷം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അന്നത്തെ ഒരു ദിവസം ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ജൂലൈ 51 ആക്കി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ അന്നത്തെ ദിവസം ആഘോഷം സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് അവിടെ ജൂലൈ 15 ആഘോഷം സ്റ്റാർട്ട് ചെയ്ത ആ ദിവസത്തെ 1 ആക്കി കൗണ്ട് ചെയ്യണം. പേജ് നമ്പർ 37-ല് ഇൻ ബിറ്റ്വീൻ എന്നായിരുന്നു, ഇടയിലെ ദിവസങ്ങൾ കണ്ടുപിടിക്കുക എന്നായിരുന്നു. അപ്പൊ നമ്മൾ ആ ഫസ്റ്റ് ഡേറ്റിനെ 1 ആക്കി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ പേജ് നമ്പർ 38-ലെ ക്വസ്റ്റ്യൻസിൽ എന്താണ്? ആഘോഷം സ്റ്റാർട്ട് ചെയ്ത ദിവസമുണ്ട്, ഇത്ര ദിവസം നീണ്ടു നിൽക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കൗണ്ട് ചെയ്യുമ്പോൾ എന്താണ്? തുടങ്ങിയ ദിവസം 1 ആക്കി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ജൂലൈ 15 to July 31 എത്ര ദിവസമുണ്ട്? 17 ഡേയ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ബാലൻസ് ഡേയ്സ് എത്രയായിരിക്കും? 40-ല് 40 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. 17 ദിവസം ജൂലൈയിൽ അങ്ങ് തീർന്നു അല്ലേ? 40 - 17 കിട്ടി? 23 കിട്ടി. ഓക്കെ, അപ്പൊ 23 ഡേയ്സ് മിച്ചമുണ്ട്. ആ ജൂലൈ 31 വരെ കഴിഞ്ഞു. അടുത്ത മാസം ഏതാണ്? ഓഗസ്റ്റ് ആണ് അല്ലേ? ഫെയർ വിൽ എൻഡ് ഓൺ. അപ്പൊ ഏത് ദിവസമായിരിക്കും നമ്മുടെ ഈ ഒരു ആഘോഷം അവസാനിക്കുന്നത്? ഏത് ദിവസമായിരിക്കും? ഓഗസ്റ്റ് മാസം 23 ദിവസം ഉണ്ട് അല്ലെ? 23-ാം തീയതിയുടെ അന്നായിരിക്കും, അന്നാണ് 40, അന്നായിരിക്കും എന്ത് ആഘോഷം അവസാനിക്കുന്നത്. സോ അവിടെ എല്ലാവരും എഴുതിക്കേ ഓഗസ്റ്റ് 23. ഇനി ഇതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴത്തോട്ടുള്ളത് കേട്ടോ, ഡൗട്ട് വരരുത്. ജീവൻ വാസ് ഹോസ്പിറ്റലൈസ്ഡ് ഓൺ 18/7/2008. എന്താണ്? ജീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആശുപത്രിയിലായല്ലേ? അസുഖം വന്ന ആശുപത്രിയിലായി. എന്നാണ്? 18/7/2008. ഓക്കെ, അപ്പോൾ എന്താണ്? അന്നത്തെ ദിവസം 1 ആക്കി കൂട്ടണം. അന്നൊരു ദിവസം ആശുപത്രി കിടക്കുമല്ലേ? അന്ന് 1 ആക്കി കൂട്ടണം. If he left the hospital on 2/8/2008, how long did he stay in the hospital? അങ്ങനെയെങ്കിൽ ആ വ്യക്തി, ജീവൻ എന്ന് പറയുന്ന വ്യക്തി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി പോകുന്നത് 2-ാം തീയതി 8-ാം മാസം 2008-ലാണ്. അങ്ങനെയെങ്കിൽ എത്ര ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തു? ഓക്കെ, എത്ര ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തു? അപ്പൊ ആ വെക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയിട്ട് പോയ ആ ദിവസം വരെ കൗണ്ട് ചെയ്യണം. ആ ദിവസം വരെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തതല്ലേ? ആണ്. അഡ്മിറ്റ് ആയിട്ട് അന്ന് മുതൽ ഡിസ്ചാർജ് ആയിട്ട് അന്ന് വരെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്യുക. ജൂലൈ 18 to July 31 എത്ര ദിവസം ഉണ്ട്? 14 ഡേയ്സ് ഉണ്ട് അല്ലേ? ഓഗസ്റ്റ് 1 to 2, ഓഗസ്റ്റ് 1, ഓഗസ്റ്റ് 2, മൊത്തം 2 ഡേയ്സ് ഉണ്ട്. ഓഗസ്റ്റ് 1-ാം തീയതി ഉണ്ട്, ഓഗസ്റ്റ് 2-ാം തീയതിയും സ്റ്റേ ചെയ്തു. അപ്പൊ 2 ഡേയ്സ്.
അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ഹി സ്റ്റേഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പോൾ ടോട്ടൽ എത്ര ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ടാവും? 14 + 2 that is equal to 16 days. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The summer vacation starts on 25/3/2009. എന്താണ് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ദിവസമാണ് പറയുന്നത്. അതായത് തലേദിവസം എക്സാം കഴിഞ്ഞെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത ദിവസമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. And the school reopens at 4/6/2009. സ്കൂൾ തുറക്കുന്നത് എന്നാണ്? 4-ാം തീയതി ജൂൺ മാസം, അല്ല 6-ാം മാസം, അതെ ജൂൺ മാസം 2009. How long will be the vacation? അങ്ങനെയെങ്കിൽ എത്ര ദിവസം വെക്കേഷൻ ഉണ്ട്? 4-ാം തീയതി സ്കൂൾ ഓപ്പൺ ചെയ്യുകയാണ്, റീഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ ആ 4-ാം തീയതി തൊട്ട് മുമ്പുള്ള ദിവസം ഏതാണ്? 3-ാം തീയതി. ആ 3-ാം തീയതി വരെയുള്ള ദിവസത്തിന്റെ കൗണ്ട് എടുക്കണം. 25/3/2009 തൊട്ട് 3/6/2009 വരെയുള്ള ഡേയ്സിന്റെ കൗണ്ട് എടുക്കണം. 25നെ 1 കൂട്ടണം, 26 to 27 3 അങ്ങനെ കൗണ്ട് ചെയ്ത് 3/6/2009 വരെയുള്ള ദിവസത്തിന്റെ കൗണ്ട് എടുക്കുക, ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കുക. March 25 to 31 7 ഡേയ്സ് ഉണ്ട്. ഇനി ഏപ്രിൽ എത്ര മാസമുണ്ട്? 30 ഡേയ്സ് ഉണ്ട്. നമ്പർ ഓഫ് ഡേയ്സ് ഇൻ മെയ് എത്ര ദിവസമുണ്ട്? 31 ഡേയ്സ് ഉണ്ട്. അല്ലെങ്കിൽ ജൂൺ എത്ര ദിവസം ഉണ്ടാവും? ടോട്ടൽ കണ്ടുപിടിക്കുക, ഉത്തരം നമ്പർ ഓഫ് ഡേയ്സ് ടോട്ടൽ കൗണ്ട് ചെയ്ത് അവിടെ ഉത്തരം എഴുതുക. ഓക്കെ, അതിന് തൊട്ട് മുമ്പ് പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ തന്നെയാണ്. എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്യുക, കലണ്ടർ എടുക്കുക, കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്യേണ്ടത് എവിടം തൊട്ട് ഇടം വരെയാണെന്ന് മിസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കൗണ്ട് ചെയ്തിട്ട് ഉത്തരം അവിടെ കണ്ടുപിടിച്ച് എഴുതുക. ഇനി an all India tour started on September 25. All India tour അല്ലേ, ടൂർ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? September 25-ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനെ കൗണ്ട് 1 എടുക്കണ്ടേ? എടുക്കണം. September 25-നെ നമ്മൾ 1 കൺസിഡർ ചെയ്യണം. It is expected to be completed in 65 days. അങ്ങനെയെങ്കിൽ 65 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ടൂർ ആയിരിക്കും അല്ലേ, എന്നാണ് പ്രതീക്ഷ അവരുടെ. Find the date on which the tour completes. അങ്ങനെയെങ്കിൽ ഏത് ദിവസമായിരിക്കും ടൂർ കംപ്ലീറ്റ് ചെയ്യുന്നത്? ഓക്കെ, അത് ഏത് ദിവസം? 65-ാം ദിവസം വരെ. സെപ്റ്റംബർ 25 1 തുടങ്ങി, അതിനെ 1 കൂട്ടി കലണ്ടർ എടുത്ത് കൂട്ടി 65 ഡേ എവിടെയാണ് വന്നത്? ആ ദിവസം വരെ 65 ആവുന്ന ഡേറ്റ് ഏതാണ്? അതുവരെ ആ ടൂർ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം അവിടെ വരെയാണ്. സെപ്റ്റംബർ 25 to 36 ഡേയ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ കയ്യെ കൂട്ടുമ്പോൾ 25, 26, 27, 28, 29, 30 മൊത്തം 6 ഡേയ്സ് ഉണ്ട്. നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഒക്ടോബറിൽ എത്ര ദിവസമാണ്? 31 ഡേയ്സ് ഉണ്ട്. ബാലൻസ് ഡേയ്സ് എന്താണ്? 31 + 6 എന്താണ്? 31 + 6 37 ആണ്. അപ്പോൾ ബാലൻസ് ഡേയ്സ് ഈക്വൽ ടു 65 - 37. എന്ത് കിട്ടും? ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ടൂർ ഗെറ്റ്സ് ഓവർ ഓൺ ഏത് ദിവസമാണെങ്കിലും കാലണ്ടറിൽ കണ്ടുപിടിച്ചിട്ട് നവംബറിലായിരിക്കും, നവംബർ 7-ാമത്തെ ദിവസം വരെ. ആ 65 ഡേയ്സ് വന്ന് നിൽക്കുന്ന ഏത് ദിവസമാണ്? കൃത്യം ആ ബാലൻസ് ഡേയ്സ് -65 - 37 കിട്ടുമ്പോൾ എന്താണ് ബാലൻസ് ഡേയ്സ് കിട്ടും. അത് നവംബറിൽ കൂട്ടും. ഒക്ടോബർ 31 ഡേയ്സ് കംപ്ലീറ്റ് പറഞ്ഞു. നവംബറിൽ കൂട്ടി നോക്കുക. ബാലൻസ് ഡേയ്സ് നവംബർ 1 തൊട്ടേക്ക് എത്ര ദിവസം വരെ അത് കൂട്ടി നോക്കുക. ഏകദേശം 28 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കലണ്ടർ എടുത്ത് കൂട്ടി എഴുതുക. ഇനി Gopi joined as a peon in a company on 9/11/2007. ഗോപി ഒരു പ്യൂൺ ആയിട്ട് ഒരു കമ്പനിയിൽ എന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്? 9/11/2007 ആണ്. He is promoted as clerk after 150 days. അല്ലെങ്കിൽ 150 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഒരു ക്ലർക്കായിട്ട് പ്രൊമോഷൻ കിട്ടി അല്ലേ. Find the date of promotion. അങ്ങനെയെങ്കിൽ ആ പ്രൊമോഷൻ ഡേറ്റ് 150 ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസം, അതാണ് നമ്മുടെ പ്രൊമോഷൻ കിട്ടിയ ദിവസം. 150 ദിവസം കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് വരുന്ന പിറ്റേ ദിവസമാണ് പ്രൊമോഷൻ കിട്ടിയ ദിവസം. അപ്പോൾ നവംബർ 9 to 30 എത്ര ദിവസമുണ്ട്? 21 ഡേയ്സ് ഉണ്ട് അല്ലേ. 21 ഡേയ്സ് ഉണ്ട്. ഡിസംബർ 31 ഡേയ്സ് ഉണ്ട്. ജനുവരി 31 ഡേയ്സ് ഉണ്ട്. ഫെബ്രുവരി 28 ഡേയ്സ് ഉണ്ട്. മാർച്ച് 31 ഡേയ്സ് ഉണ്ട്. ടോട്ടൽ ആഡ് ചെയ്യാം. ഓക്കെ, 21 + 31 + 31 + 28 + 31 ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ എത്ര കിട്ടും? ഏപ്രിൽ മാസം എത്ര ദിവസം വരും? ബാലൻസ് ഡേയ്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 150 - ആഡ് ചെയ്ത ഉത്തരം എന്താ? 31 + 31 + 31 + 28 + 31 ചെയ്യുമ്പോൾ 142 കിട്ടും. ബാലൻസ് ഡേയ്സ് ഈക്വൽ ടു 150 - 142 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 8 ഡേയ്സ് എന്ന് കിട്ടും. അപ്പോൾ ഏപ്രിൽ മാസം 8-ാം തീയതി വരെ പുള്ളിക്കാരൻ എന്താണ്? പ്യൂൺ ആയിട്ടായിരുന്നു അല്ലേ. ഏപ്രിൽ മാസം 9-ാം തീയതി രാവിലെ തൊട്ട് പുള്ളിക്കാരൻ എന്തായി? ക്ലർക്കായി. ഓക്കെ,
ക്ലർക്കായിട്ട് ഈ പറഞ്ഞത് റിവൈൻഡ് ചെയ്ത് കേൾക്കുക, മനസ്സിലാക്കുക, സ്വന്തമായിട്ട് കലണ്ടർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഉത്തരം കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഓക്കെ, April 9 ആണ് ആൻസർ വരുന്നത്. ഇനി പേജ് നമ്പർ 39, the way the world looks, നമ്മൾ പഠിച്ചതാണ് അല്ലേ. Draw the top view of the following. ഈ ഓട്ടോറിക്ഷയുടെയും ഈ ബസ്സിന്റെയും ഈ കാറിന്റെയും ടോപ്പ് വ്യൂ വരയ്ക്കണം. നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട് നോക്കുമ്പോഴുള്ള വ്യൂ എന്താണ്? ഓട്ടോറിക്ഷയുടെ ഷേപ്പ് ഏകദേശം ഒരു അല്ല ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും. അറ്റത്ത് ചെറിയ ഒരു നമുക്ക് എന്താ ഒരു ടയറിന്റെ ഒരു ചെറിയ റൗണ്ട് ചെറുതായിട്ട് കാണാൻ പറ്റുമായിരിക്കും അല്ലെ. ഇതായിരിക്കും ഓട്ടോറിക്ഷയുടെ ഒരു ഷേപ്പ്. ഈ ബസ്സിന്റെയും കാറിന്റെ എക്സാക്ട് എന്താണ് നമുക്ക് വീലൊന്നും കാണാൻ പറ്റത്തില്ല, ഒരു ബോക്സ് ഷേപ്പ് ആയിരിക്കും. ഇനി ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉള്ള കാർ എങ്ങനെയായിരിക്കും, ഈ സെഡാൻ കാർസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇങ്ങനെ വന്നാൽ നടുക്കത്തെ ആ പ്രൊജക്ഷൻ ഇങ്ങനെ കാണാൻ പറ്റും അല്ലെ. നടുക്ക പൊങ്ങി നിൽക്കുന്ന പ്രൊജക്ഷൻ ബാക്കിയുള്ള ഭാഗങ്ങളും ഇങ്ങനെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ എല്ലാവരും ഈ ഫിഗർ അവിടെ വരയ്ക്കണം. എന്നിട്ട് ഓരോന്നിനാണ് ഇത് ഓട്ടോറിക്ഷ, ഇത് ബസ്, ഇത് കാറ് എന്ന് എഴുതുക. ഓക്കെ, ജസ്റ്റ് പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വരയ്ക്കുക. എന്നിട്ട് അപ്പോൾ അതങ്ങനെ എഴുതണം. ഇനി പേജ് നമ്പർ 40, സ്റ്റഡി ദ ഏരിയൽ വ്യൂ ഓഫ് ദ ടൗൺ. ഒരു ടൗണിന്റെ ഏരിയൽ വ്യൂ കൊടുത്തിട്ടുണ്ട്, പ്ലാൻ അല്ലെങ്കിൽ എന്താണ് ഒരു റൂട്ട് കൊടുത്തിട്ടുണ്ട്. ആ റൂട്ട് വെച്ചിട്ട് നമുക്ക് താഴെ കാണുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. നൗ ആൻസർ ദീസ്. ഫോർ എ മാൻ എൻട്രിങ് ടു റോഡ് ബി ഫ്രം റോഡ് എഫ്. റോഡ് എഫ്, ഈ താഴത്തുള്ള റോഡ് എഫിൽ നിന്ന് റോഡ് ബിയിലോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ദിശ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എവിടെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, റോഡ് എഫിൽ നിന്ന് റോഡ് ബിയിലോട്ട് പോകുവാണേ. പോലീസ് സ്റ്റേഷൻ ഈസ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ്. ഏത് സൈഡിലായിരിക്കും പോലീസ് സ്റ്റേഷൻ വരുന്നത്? റോഡ് എഫിൽ നിന്ന് റോഡ് ബിയിലോട്ട് പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ ആ വ്യക്തിയുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. സത്യമല്ലേ? എല്ലാവരും ചിന്തിച്ച് നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിലാണ്. ദ സ്കൂൾ ഇസ് ഓൺ ദ, അല്ലെങ്കിൽ സ്കൂൾ ഏത് സൈഡിലായിരിക്കും? പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് സൈഡ്, റൈറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, ഫോർ എ മാൻ ലുക്കിംഗ് അറ്റ് റോഡ് എ ഫ്രം ദ ഹോസ്പിറ്റൽ, ബസ് സ്റ്റാൻഡ് ഈസ് ഓൺ ദ ഡാഷ് സൈഡ്. എന്താണ്? റോഡ് എയിൽ നിന്ന് ഒരു വ്യക്തി നോക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി റോഡ് എയിൽ എത്തിയിട്ട് എന്താണ് ഫോർ എ മാൻ ലുക്കിംഗ് അറ്റ് റോഡ് എ ഫ്രം ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് റോഡ് എയിലോട്ട് നോക്കുകയാണ്. എയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കും, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി. ഓക്കെ, അങ്ങനെയെങ്കിൽ റോഡ് എയിലോട്ട് കയറുകയാണ്. ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ റോഡ് എയിലോട്ടല്ലേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ബസ് സ്റ്റാൻഡ് ഏത് സൈഡിലായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും അല്ലെ. ബസ് സ്റ്റാൻഡ് ഇസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന വഴി റോഡ് എയിലോട്ട് കയറി ബസ് സ്റ്റാൻഡ് ഏത് സൈഡിലായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും. എ മാൻ കമ്മിങ് ഔട്ട് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന താഴത്തോട്ട് ഇറങ്ങിയിട്ട് എന്താണ്? റോഡ് ബിയിലോട്ട് ഇറങ്ങിയിട്ട് ലെഫ്റ്റിലോട്ട് പോയി, റോഡ് ബിയിലോട്ട് പോയി. എന്നിട്ടോ he turned the first crossing on the left. ലെഫ്റ്റിലോട്ടുള്ള ഫസ്റ്റ് ക്രോസിംഗ്, റൈറ്റിലോട്ട് നമുക്ക് റോഡ് എഫ് ഉണ്ട്, ലെഫ്റ്റിലോട്ടുള്ള ഫസ്റ്റ് ക്രോസിംഗ് എന്താണ്? റോഡ് ഇ ആണ്. ഓക്കെ, road and on the left and move straight he will reach at എന്താ റോഡ് ഇയിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എന്താ എവിടെ എത്തും? റോഡ് ഇയിലാണ് അല്ലെ. കാരണം എന്താണ്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എന്താണ് ലെഫ്റ്റിലോട്ട് പോയി, അപ്പൊ റോഡ് ബിയിൽ കയറി. എന്നിട്ടോ ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് ടേണിംഗിലേക്ക്, ലെഫ്റ്റ് സൈഡിലുള്ള ക്രോസ്, റോഡ് എഫ് എങ്ങോട്ടാണ്? ആ വ്യക്തിയുടെ റൈറ്റ് സൈഡിൽ താഴത്തോട്ടാണ് അല്ലെ, റൈറ്റ് സൈഡിലാണ്. അപ്പൊ അങ്ങോട്ടേക്കല്ല, പുള്ളിക്കാരൻ ലെഫ്റ്റ് സൈഡ് ക്രോസിംഗിലാണ് പുള്ളിക്കാരൻ വളഞ്ഞു പോകുന്നത്. അങ്ങനെയെങ്കിൽ എവിടെ എത്തും? റോഡ് ഇയിൽ എത്തുമായിരിക്കും. അവിടെ എഴുതിക്കെല്ലാവരും റോഡ് ഇ. ഇനി ഫോർ എ മാൻ സിറ്റിംഗ് ഇൻ ദ പാർക്ക് ആൻഡ് ലുക്കിംഗ് ടു ദ പോണ്ട്. കണ്ടില്ലേ, പാർക്കിൽ എത്തിയിരുന്നു, പോണ്ടിന് നേരെ ഇരിക്കുകയാണ്. ഇവിടെയുള്ള ഒരു പോണ്ട്, അത് നേരെ ഇരിക്കുന്ന ഒരു വ്യക്തി. ദ ഫയർ സ്റ്റേഷൻ ഈസ് ഓൺ ദ ഡാഷ് സൈഡ്. ഫയർ സ്റ്റേഷൻ എവിടെ ആയിരിക്കും? ആ പുള്ളിക്കാരൻ നമ്മൾ പോണ്ടിനെ ഫേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഫയർ സ്റ്റേഷൻ എവിടെ ആയിരിക്കും? പുള്ളിക്കാരൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അവിടെ ആയിരിക്കും എല്ലാവരും ലെഫ്റ്റ് സൈഡ്. ഓക്കെ, പേജ് നമ്പർ 35, പേജ് നമ്പർ 35 തൊട്ട് പേജ് നമ്പർ 40 വരെയുള്ള വർക്ക്സ് എല്ലാവരും പ്രാക്ടീസ് ബുക്കിൽ തന്നെ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുക. കലണ്ടറൊക്കെ യൂസ് ചെയ്ത് കൗണ്ട് ചെയ്ത് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. പഴയ ക്ലാസ്സൊക്കെ റിവ്യൂ എടുത്ത് നോക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. എന്നാൽ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഹോംവർക്ക് മിസ്സിന് ഓരോ പേജിൻ്റെയും ഹോംവർക്ക് അയച്ചിട്ട് തരണം, എന്നാലും മിസ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് ബാക്കി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങളെല്ലാം പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.